ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വർഗബോധവും ആത്മാഭിമാനവും ഉള്ളവരായി തൊഴിലാളി വർഗം ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ഇന്ന് മെയ് ദിനം. ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. വർഗബോധവും ആത്മാഭിമാനവും ഉള്ളവരായി ലോകത്തെ തൊഴിലാളി വർഗം ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ദിവസം മെയ് ദിനം എന്ന പേരിലാണ് ലോകമെമ്പാടും ആചരിക്കുന്നത്. വീണ്ടും ഇരുട്ടടി. വാണിജ്യ സിലിണ്ടറുകളുടെ വില കൂട്ടി 993 രൂപ വർദ്ധിപ്പിച്ചു. രാജ്യത്തെ വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കൂട്ടി 993 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില 3071.50 രൂപയായി ഉയർന്നതായാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വില വർധനവ്. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ ഇപ്പോൾ മാറ്റമില്ല. ഇറാനുമായുള്ള യുദ്ധം പുനരാരംഭിക്കേണ്ടി വന്നേക്കും. ധാരണയിലെത്തുവാൻ ഇറാൻ അതിയായി ആഗ്രഹിക്കുന്നു ട്രംപ്. ഇറാനുമായുള്ള യുദ്ധം പുനരാരംഭിക്കേണ്ടി വന്നേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ധാരണയിലെത്തുവാൻ ഇറാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തീരുമാനമെടുക്കേണ്ട ഇറാന്റെ നേതാക്കൾ ആരാണെന്ന് അവർക്ക് തന്നെ അറിയാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ഫലപ്രദമെന്നും തുടരുമെന്നും പറഞ്ഞ ട്രംപ് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകരുകയാണെന്നും പ്രതികരിച്ചു. ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപ്. 3 രാജ്യങ്ങളിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി UAE. തീരുമാനം ഇറാൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ. ഇറാൻ, ഇറാഖ്, ലബനൻ എന്നിവിടങ്ങളിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി UAE പൗരന്മാർ ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. 3 രാജ്യങ്ങളിലുമുള്ള പൗരന്മാർ വേഗം തിരികെ വരണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൗരന്മാരുടെ സുരക്ഷയെ കരുതിയാണ് നിർദ്ദേശങ്ങളെന്നും കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. ഈ 3 രാജ്യങ്ങളിൽ കുടുങ്ങിയവർ എത്രയും പെട്ടെന്ന് 9718004444 എന്ന നമ്പറിൽ ബന്ധപ്പെടണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷ പശ്ചാത്തലത്തിൽ കാലങ്ങളായി ഗൾഫ് മേഖല അശാന്തമായി തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് UAE വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇറാനിലേക്കുള്ള അമേരിക്ക, ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ സഹായമില്ലാത്ത ഭാവി ഗൾഫിനുണ്ടാകുവാൻ പോകുന്നു. ഹോർമുസ് കടലിടുക്കിൽ പുതിയ അധ്യായം പിറവിയെടുക്കും മുസ്തഫ ഖമനയി. അമേരിക്കയുടെ പരാജയത്തിന് ശേഷം ഹോർമുസ് കടലിടുക്കിൽ പുതിയ അധ്യായം പിറവിയെടുക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനയി. ഇറാൻ സ്റ്റേറ്റ് മീഡിയയാണ് മുസ്തഫയുടെ എഴുതി തയ്യാറാക്കിയ പ്രസ്താവന പുറത്തുവിട്ടത്. മേഖലയിലെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം അമേരിക്കയുടെ സൈനിക സാന്നിധ്യമാണെന്നും മേഖലയിലുള്ളത് അമേരിക്കയുടെ പാവത്താവളങ്ങളാണെന്നും മുസ്തഫ തുറന്നടിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സിനിമ നിർമ്മിച്ചു, ഇപ്പോൾ ജപ്തി ഭീഷണിയിൽ. 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഒരടി മുന്നോട്ട് പോകാനാകുന്നില്ല. ദുരവസ്ഥ വിവരിച്ച് നടൻ സുബീഷ്. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രം സാമ്പത്തിക വിജയം നേടാത്തതിനാൽ താൻ ജപ്തി ഭീഷണിയിലും ആത്മഹത്യയുടെ വക്കിലുമാണെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവും നടനുമായ സുബീഷ് സുധി. താൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ ചിത്രം നിരൂപക പ്രശംസ നേടിയെങ്കിലും തിയേറ്ററിൽ വിജയിക്കാത്തത് സിനിമ നിർമ്മിച്ച തനിക്കും സുഹൃത്തുക്കൾക്കും മേൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് സുബീഷ് പറഞ്ഞു. തന്റെ വീട് ജപ്തിയുടെ വക്കിലാണ്. വല്ലാത്ത കടക്കിണിയിലായ താൻ കടക്കാരുടെ കോളുകളെ ഭയന്നാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. പിടിച്ചു നിൽക്കാനാകാതെ 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിക്കേണ്ടതായി പോലും വന്നു. സിനിമയ്ക്കായി ഫണ്ട് തന്നവർ കേസ് കൊടുത്തതിനാൽ വാറണ്ടുമുണ്ട്. ജീവിക്കാനാകാത്ത അവസ്ഥയിലാണ് താനെന്നും സുബീഷ് പറഞ്ഞു. തന്റെ വീഡിയോ പകർത്തിയ ആളെ ഭീഷണിപ്പെടുത്തുന്ന ഹെൻറിച്ച് ക്ലാസൻ. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ. തന്റെ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്ന വ്യക്തിയെ അടുത്തെത്തി ഭീഷണിപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോഴായിരുന്നു വീഡിയോ പകർത്തിയതെന്നും പറയുന്നു. അതേസമയം വീഡിയോയിലുള്ളത് ഹെൻറിച്ച് ക്ലാസൻ തന്നെയാണോ എന്നത് വ്യക്തമല്ല. ഒരു വിദേശ പൗരൻ ആരെയോ ഭീഷണിപ്പെടുത്തുന്നതിന്റെയും റെക്കോർഡിംഗ് നിർത്താൻ ആവശ്യപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഉള്ളത്. എന്നാൽ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചയാൾ ദൃശ്യങ്ങളിൽ സംസാരിക്കുന്നത് ഹെൻറിച്ച് ക്ലാസനാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.